എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന മാങ്ങ അച്ചാറാണ്. ആദ്യമേ നമ്മൾ നാരങ്ങ അച്ചാർ തയ്യാറാക്കി. രണ്ടാമത്തെ നമ്മുടെ ഓണ സ്പെഷ്യൽ എന്ന് പറയുന്നത് മാങ്ങ അച്ചാറാണ്. മാങ്ങയും ഈന്തപ്പഴവും കൂടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. 100 ഗ്രാം ഈന്തപ്പഴം നമ്മുടെ കുരു എല്ലാം കളഞ്ഞ് അത് ചെറിയ പീസുകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 മാങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മാങ്ങ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. തീരെ ചെറുതായിട്ട് അരിയരുത്. അരിയേണ്ട വലിപ്പം ഞാൻ കാണിച്ചു തരാം. ഇതേ വലിപ്പത്തിൽ വേണം മാങ്ങ അച്ചാർ നമ്മൾ എടുക്കാനായിട്ട്. ഇത്രയും വലിപ്പം ഇഷ്ടപ്പെടാത്ത ആൾക്ക് വേണം ഒന്നുകൂടെ ചെറുതാക്കാൻ തന്നെ. ഇതേപോലെ ഉണ്ടോ, ഇതിങ്ങനെ ഇങ്ങനെ ആക്കി എടുത്താലും മതി. ഇത്രയും വലിപ്പത്തിൽ എടുക്കണം. ഇതേ വലിപ്പത്തിലെല്ലാം ഒന്ന് കണ്ടിച്ചെടുക്കാം. മാങ്ങയെല്ലാം ചെറിയ പീസുകളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളൊരു പാലിലാണ് അച്ചാർ തയ്യാറാക്കാൻ പോകുന്നത്. നന്നായി ചൂടായി വന്ന പാലിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ 100 ഗ്രാം നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ പൊട്ടി തുടങ്ങുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെളുത്തുള്ളി, 3 പച്ചമുളക് വട്ടകരിഞ്ഞത്, മൂന്ന് വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില. അറയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫാക്കി വയ്ക്കുക. ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവുള്ളതും എരിവില്ലാത്തതും കൂടിയാണ് 1.5 വീതമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുക. കായപ്പൊടി 1.5 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് നിറം മാറി വന്ന ഉടനെ തന്നെ അതിലേക്ക് നമുക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. മതി മതി. ഈ സമയം നമ്മൾ ഇട്ട് കൊടുക്കാം. ഈന്തപ്പഴം കൂടെ ചേർത്തത് കൊണ്ടാണ് നമ്മൾ മുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുത്തത്. ഈന്തപ്പഴത്തിന് നല്ല മധുരമല്ലേ. ഇനി നമ്മുടെ മാങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മാങ്ങ ഒന്ന് വാടിയാൽ മതി, ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട. ഒന്ന് വാടിട്ടോട്ടെ. മാങ്ങയും ഈന്തപ്പഴമൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അല്ല, നമ്മൾ മുളകൊന്നും മൂപ്പിച്ചിടുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗി തോന്നിക്കുന്നില്ലേ. അപ്പം തന്നെ നമുക്ക് പെറുക്കി തിന്നാൻ തോന്നുന്നു അല്ലേ. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. അതായത് അധികം വിനാഗിരി വേണ്ട, മാങ്ങയല്ലേ. നമുക്കൊരു 4-5 സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. അത് നാടൻ വിനാഗിരി ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. വിനാഗിരി ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് തിളച്ച് യോജിക്കണം. മാങ്ങ അധികം വേവിക്കഴിഞ്ഞാൽ മാങ്ങ അധികം വെന്ത് കഴിഞ്ഞാൽ അച്ചാർ അങ്ങിരുന്ന് അളിഞ്ഞു പോകും. അങ്ങനെ ആകരുത്. നമുക്ക് മാങ്ങ ഇങ്ങനെ കടിക്കാൻ കിട്ടണം അച്ചാറിന്. ഇതേപോലെ ഇരിക്കണം. ചെറിയൊരു മധുരിപ്പും പുളിപ്പും ഉപ്പും എല്ലാം കൂടെ ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ്. ഇതുപോലെ വേണം മാങ്ങ അച്ചാറിട്ട് വെക്കാനായിട്ട്. ലേശം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം.
ഓക്കെ. ഒരു 5 സ്പൂൺ വിനാഗിരി നമ്മൾ ചേർത്ത് കൊടുത്ത്. സിന്തറ്റിക് ആണെങ്കിൽ നമുക്കൊരു 250 ഗ്രാം അല്ലെങ്കിൽ ഒരു 300 ഗ്രാം വിനാഗിരിയൊക്കെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നാടനാകുമ്പോൾ അതേപോലെ ചേർക്കരുത്. നമ്മൾ വേണ്ട ഫ്ലെയിം ഓഫാക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിച്ചൊരു അച്ചാറാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഈ ഓണത്തിന് ഇതേപോലെ ഒരു മാങ്ങ അച്ചാർ തയ്യാറാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക്